AI-ക്ക് ഇപ്പോൾ വൈറസുകളെ ഉണ്ടാക്കുവാൻ സാധിക്കും. ഇതൊരു സയൻസ് ഫിക്ഷൻ മൂവിയോ ഒന്നുമല്ല, ഒരു ഭാവിയെപ്പറ്റിയുള്ള പ്രവചനവുമല്ല. ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ അത് നടത്തിക്കഴിഞ്ഞു. ഇപ്രകാരമുള്ള പ്രത്യേക വൈറസുകൾ ബാക്ടീരിയയായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്, ആക്രമിക്കുന്നത്, അല്ലാതെ മനുഷ്യരെ അല്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ഇൻഫെക്ഷനുകൾ, അതായത് ഈ ബാക്ടീരിയക്കെതിരെ ആൻറ്റിബയോട്ടിക്സ് പ്രവർത്തിക്കാത്ത സാഹചര്യങ്ങളിൽ ഇപ്രകാരമുള്ള വൈറസുകളെ ഉപയോഗിച്ച് അസുഖങ്ങൾക്ക് സൗഖ്യം കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇവിടെയാണൊരു ചോദ്യം. മനുഷ്യർക്ക് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പുതിയ ബയോളജിക്കൽ സിസ്റ്റങ്ങളെ ഉണ്ടാക്കുവാൻ സാധിക്കുമെങ്കിൽ ഈ ഒരു ടെക്നോളജി, സാങ്കേതിക വിദ്യ എങ്ങോട്ടായിരിക്കും ചെന്നെത്തുന്നത്? ആൻഡ് ഇപ്രകാരമുള്ള കാര്യങ്ങളെപ്പറ്റി ബൈബിൾ എന്തെങ്കിലും മുന്നറിയിപ്പ് തരുന്നുണ്ടോ? അതൊക്കെയാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ. ഹലോ ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു എറ്റേണിറ്റി. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്, അമേരിക്കയിലുള്ള റിസർച്ചേഴ്സ്, ഗവേഷകർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പുതിയ ബാക്ടീരിയോഫേജസിനെ അവർ ഡിസൈൻ ചെയ്തു. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ വൈറസുകളാണ്. അവ ബാക്ടീരിയയായിരിക്കും ഇൻഫെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്രമിക്കുന്നതും ബാക്ടീരിയക്കകത്താണ് അവ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതും. അതിനുള്ള AI മോഡൽസിനെ ട്രെയിൻ ചെയ്യുവാൻ അവർ ജനറ്റിക് ഇൻഫർമേഷൻ ഉപയോഗിച്ചു. എന്നിട്ട് ആ ജനറ്റിക് സീക്വൻസുകൾ അവർ ഉണ്ടാക്കി ഇപ്രകാരമുള്ള വൈറസിനെ ഉണ്ടാക്കുവാൻ വേണ്ടി. ശാസ്ത്രജ്ഞന്മാർ പ്രോമിസിംഗ് ആയിട്ടുള്ള ഡിസൈനുകളെ സെലക്ട് ചെയ്ത് അവ ലബോറട്ടറിയിൽ അവയെ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. ആ AI ജനറേറ്റഡ് ഡിസൈനുകളിലെ 16 എണ്ണത്തിന് പ്രവർത്തിക്കുവാൻ, ഫങ്ഷൻ ചെയ്യുവാനും സാധിച്ചു. ലബോറട്ടറി ടെസ്റ്റുകളിൽ ബാക്ടീരിയയെ കൊല്ലുകയും ചെയ്തു. ആൻഡ് ഇവിടെയാണ് അതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. AI ഒരു തിയററ്റിക്കൽ മോഡലിനെ ഒന്നും ഉണ്ടാക്കിയെടുക്കുകയൊന്നും അല്ലായിരുന്നു. അവ ജനറ്റിക് ഡിസൈനുകളെ ഉണ്ടാക്കുവാൻ ഇവരെ സഹായിച്ചു. അത് നിമിത്തം ശാസ്ത്രജ്ഞന്മാർക്ക് അവയെ ഫങ്ഷണലായിട്ടുള്ള, പ്രവർത്തിക്കുന്ന ബയോളജിക്കൽ എൻറ്റിറ്റീസാക്കി അവർ മാറ്റിയെടുത്തു. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, മനുഷ്യൻ ബയോളജി പഠിക്കുന്നതിൽ നിന്ന് ബയോളജിയെ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിപ്പോൾ. ആൻഡ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ പിമ്പിൽ നല്ല ഒരു ഉദ്ദേശമുണ്ട്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു വലിയൊരു മെഡിക്കൽ പ്രോബ്ലം തന്നെയാണ്. അതായത് ഈ ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻ്റ് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ഇൻഫെക്ഷനുകളും ഒക്കെ വരുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യുവാൻ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സിനെ ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ബാക്ടീരിയ അവയ്ക്കെല്ലാം റെസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ചില ബാക്ടീരിയകൾ ഈ ആൻറ്റിബയോട്ടിക്സിനോട് ഇത്രമാത്രം റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അപ്രകാരമുള്ള ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യുവാനും വലിയ ബുദ്ധിമുട്ടാണ്. ഈ ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നവ അവ ബാക്ടീരിയയെ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ, ആക്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യുവാൻ ശാസ്ത്രജ്ഞന്മാർ ഈ ഒരു റൂട്ട് ഇപ്പോൾ നോക്കുകയാണ്. അപ്പോൾ ബാക്ടീരിയ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ AI ഉപയോഗിച്ച് പുതിയ ബാക്ടീരിയോഫേജസിനെ അവർ ഡിസൈൻ ചെയ്യും. ആൻഡ് അങ്ങനെ അവ പോയി ബാക്ടീരിയയെ ആക്രമിക്കുകയും ആളുകളുടെ ജീവനെ രക്ഷിക്കുവാനും സഹായിക്കും. പക്ഷേ ഈ ഒരു ബ്രേക്ക് ത്രൂ വലിയൊരു കാര്യത്തിലേക്ക് കൂടെ വിരൽ ചൂണ്ടുന്നുണ്ട്. AI ഇപ്പോൾ ജീവനോടെ ഇല്ലാത്ത ചില ബയോളജിക്കൽ ഡിസൈനുകളെ പുതുതായിട്ടുള്ള രീതിയിൽ ഇൻവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കേപ്പബിലിറ്റി വർദ്ധിച്ചു വളരുമ്പോൾ അതിനുള്ള മിസ്യൂസ് അല്ലെങ്കിൽ ഇതിനെ ദുരുപയോഗിക്കുവാനായിട്ടുള്ള സാധ്യതകളും വർദ്ധിക്കും. ഇപ്പോഴത്തെ റിസർച്ചിൽ ഒരു രീതിയിലും മനുഷ്യരെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു വൈറസിനെ ഉണ്ടാക്കുന്ന പരിപാടിയില്ല. അപ്പോൾ അവിടെയാണ് വലിയൊരു ചോദ്യം മനുഷ്യൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഇപ്രകാരമുള്ള വലിയ ബയോളജിക്കൽ ശക്തി മനുഷ്യരുടെ കയ്യിൽ ലഭിക്കുമ്പോൾ ഇതിനെ ദുർവിനിയോഗം ചെയ്യുന്നവരുടെ കൈകളിൽ ഈ ഒരു ടെക്നോളജി, ഈ ഒരു സാങ്കേതിക വിദ്യ എത്തിയാലോ? ആൻഡ് അവിടെയാണ് ബൈബിൾ നമുക്ക് തരുന്ന ഒരു വലിയ കാഴ്ചപ്പാടുള്ളത്. ബൈബിൾ നമ്മൾ എന്താ പറയുന്നത് നോക്കിയാൽ, അന്ത്യകാലത്തിലെ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് യേശു കർത്താവ് തന്നെ പറഞ്ഞിരുന്നു. മത്തായി 24:7 വലിയ ക്ഷാമങ്ങളും വലിയ മഹാമാരികളും വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാവും. അതുപോലെ ലൂക്കോസ് 21:11 പറയുന്നുണ്ട് മഹാമാരികളെപ്പറ്റി അന്ത്യകാലത്തിൽ. പിന്നെ വെളിപ്പാട് പുസ്തകം 6:8 പറയുന്നത് അന്ത്യകാലത്തിലെ വലിയ ന്യായവിധിയുടെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട് ഈ ലോകത്തിൻ്റെ മേൽ ദൈവം അനുവദിക്കുമ്പോൾ അതിൽ വാളും ക്ഷാമവും മഹാമാരിയും, അതായത് യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും പിന്നെ അതുപോലുള്ള വലിയ ദുരന്തങ്ങൾ നിമിത്തം വലിയ സംഖ്യയിലുള്ള ആളുകൾ മരിക്കാനിടയാകും. അപ്പോൾ മഹാമാരി എന്ന് പറയുന്നത് അന്ത്യകാലത്തെ പറ്റിയുള്ള സിനാറിയോയിലെ ഒരു പിക്ചറിലുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ പറയരുത്
ഇപ്രകാരമുള്ള AI ജനറേറ്റഡ് ആയിട്ടുള്ള വൈറസുകൾ ഈ പറഞ്ഞ പ്രവചനങ്ങളുടെ നിവൃത്തീകരണമാണ്. കാരണം ബൈബിൾ അങ്ങനെയൊന്നും പറയുന്നില്ല. ഈ സയൻറ്റിഫിക് ഡെവലപ്മെൻ്റ് ഒന്നും തെളിയിക്കുന്നുമില്ല മഹോദരകാലം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ ഇവ കാണുമ്പോൾ വലിയൊരു ബ്രോഡായിട്ടുള്ള ഒരു ബിബ്ലിക്കൽ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യൻ വലിയ രീതിയിലുള്ള എക്സ്ട്രാ ഓർഡിനറി ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുക. സാങ്കേതിക വിദ്യയ്ക്ക് ശക്തിയെ കൂട്ടുവാൻ സാധിക്കും, അപ്പോൾ തന്നെ നീതിയെ കൂട്ടുവാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ ആ ഒരു പ്രോഗ്രസ് തന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ, ആദ്യം മനുഷ്യൻ ഡിസ്കവർ ചെയ്യുവാൻ, കണ്ടുപിടിക്കുവാൻ വേണ്ടി പഠിച്ചു. എന്നിട്ട് അതിനെയൊക്കെ മോഡിഫൈ ചെയ്യുവാൻ വേണ്ടി പഠിച്ചു. എന്നിട്ട് പുതിയ കാര്യങ്ങൾക്ക് എഞ്ചിനീയർ ചെയ്യുവാനും പഠിച്ചു. ഇപ്പോൾ മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ബയോളജിക്കൽ സിസ്റ്റങ്ങളെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിന് മനുഷ്യനെ സഹായിക്കുന്നുമുണ്ട്. ആ ഒരു പ്രോസസ്സിനെ കുറച്ചും കൂടെ ഫാസ്റ്റാക്കി എടുക്കുന്നുമുണ്ട് ഈ AI. പക്ഷേ ടെക്നോളജി, അതായത് സാങ്കേതിക വിദ്യയ്ക്ക് മനുഷ്യൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ കാണാം. ബാബേൽ ഗോപുരത്തിൻ്റെ ആ ഒരു പണിയുന്നതിൻ്റെയൊക്കെ ആ ഒരു സീനിൽ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. അവർ ചെയ്യുവാൻ, അതായത് മനുഷ്യർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാമത്തെ അധ്യായം AIയെ പറ്റിയുള്ള പ്രവചനമൊന്നും അല്ല. പക്ഷേ അത് ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യർക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള, അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാനും അച്ചീവ് ചെയ്യുവാനും സാധിക്കും. എപ്പോഴാ? അറിവും സാങ്കേതിക വിദ്യയും മനുഷ്യർ തമ്മിലുള്ള സഹകരണവും എല്ലാം ഒരുമിച്ച് വരുമ്പോൾ മനുഷ്യർക്ക് വലിയ കാര്യങ്ങൾ സാധിക്കും. അപ്പോൾ ചോദ്യം സിമ്പിളായിട്ട് ചോദിച്ചാൽ മനുഷ്യനെ കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ളതല്ല. ആഴമേറിയ ചോദ്യം, മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ നിന്ന് മനുഷ്യൻ ഇനി എന്ത് ചെയ്യും? കാരണം സാങ്കേതിക വിദ്യ, ടെക്നോളജിക്കൊന്നും നമ്മുടെ നീതിയെ കൂട്ടുവാൻ സാധിക്കില്ല. ശക്തിയൊക്കെ കൂട്ടാം, പക്ഷേ റൈച്ചസ്നെസ്, നീതിയെ കൂട്ടുവാൻ സാധിക്കില്ല. ബൈബിൾ ഇതിൻ്റെ പിമ്പിലെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. മനുഷ്യൻ്റെ പ്രശ്നം ബുദ്ധിയില്ലായ്മയല്ല, പാപമാണ് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം. ആൻഡ് എപ്പോഴാണോ ശക്തിയേറിയ ടെക്നോളജി, സാങ്കേതിക വിദ്യ പാപിയായിട്ടുള്ള മനുഷ്യൻ്റെ കരത്തിൽ വന്നു ചേരുമ്പോൾ അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൗഖ്യമാക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടിയും പ്രവർത്തിപ്പിക്കാം. അപ്പോൾ പിന്നെ അന്ത്യകാലത്തെ പറ്റിയൊക്കെയുള്ള ആ ഒരു കാര്യമോ? വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായം നമ്മൾ ഒന്ന് തൊട്ട് നോക്കണം. ബൈബിൾ പറയുന്നത് വരുവാൻ പോകുന്ന സമയത്തിലെ ഒരു സിസ്റ്റം, അതിൽ മൃഗമെന്ന് വിളിക്കുന്നത് എതിർ ക്രിസ്തു അസാധാരണമായിട്ടുള്ള അധികാരവും സകല മനുഷ്യരുടെ മേലുള്ള നിയന്ത്രണവും സാമ്പത്തികമായിട്ടുള്ള നിയന്ത്രണവും എല്ലാം അവൻ എക്സസൈസ് ചെയ്യും. ആളുകൾക്ക് വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കണമെങ്കിൽ ആ മൃഗത്തിൻ്റെ മുദ്രയില്ലാതെ സാധിക്കില്ല. ഞാൻ പറയുന്നത് AI മൃഗമാണെന്നോ അല്ലെങ്കിൽ AI എതിർ ക്രിസ്തു ആണെന്നോ അല്ല. ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ കണ്ടുപിടുത്തങ്ങളൊക്കെ വെളിപ്പാട് പുസ്തകം 13-ൽ പറഞ്ഞിരിക്കുന്ന ആ പ്രവചനം നിവൃത്തിയാക്കിയെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ടെക്നോളജിക്കലായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ നിറഞ്ഞ ഈ ലോകം എത്ര ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തലമുറയ്ക്ക് മുന്നേ ഉള്ളവരോട് ഇപ്രകാരമുള്ള ഒരു ലോകത്തെപ്പറ്റി, അതായത് സകലരും ഇൻ്റർ കണക്റ്റഡ്, എല്ലാവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, വളരെ ഫാസ്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സാമ്പത്തികപരമായിട്ടുള്ള പണമിടപാടും എല്ലാം ഇൻസ്റ്റൻ്റായിട്ടുള്ള പണമിടപാട്, പിന്നെ അതുപോലെ തന്നെ ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്നതിനെ നിരീക്ഷിക്കുവാനും അതിനെ മോണിറ്റർ ചെയ്യുവാനും ഒക്കെയുള്ള ടെക്നോളജിക്കൽ സിസ്റ്റങ്ങൾ, ഇതൊക്കെ ഒരു തലമുറയ്ക്ക് മുന്നേ ഉള്ള ആളുകളോട് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായേനെ. പക്ഷേ ഇന്ന് ഇപ്രകാരമുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനുകളും പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബയോടെക്നോളജിയും പിന്നെ സാമ്പത്തിക മേഖലകൾ തമ്മിലുള്ള ഇൻ്റർ കണക്ഷനും ഈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നെറ്റ്വർക്ക്സും ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ എത്രയധികം മനുഷ്യൻ്റെ ഈ ഒരു കാലഘട്ടം പുരോഗമിച്ചു. അതിൻ്റെ അർത്ഥം പ്രവചനമെല്ലാം നിവൃത്തിയായി കഴിഞ്ഞു എന്നാണോ? അല്ല. പക്ഷേ ഇപ്രകാരമുള്ള ടെക്നോളജിക്കലായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ നിറഞ്ഞ കേപ്പബിലിറ്റികൾ എല്ലാം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അപ്പോൾ ഇവയെ ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമെങ്കിൽ ഇപ്രകാരമുള്ള ലോക സംഭവങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങളെ വിവേചിക്കുവാൻ സാധിക്കും. അപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ ഭയവും ഭീതിയും നിറഞ്ഞിരിക്കണോ? ഒരിക്കലുമില്ല. നമ്മൾ വിവേചിക്കുന്നവരാവണം, അല്ലാതെ ഭയപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. സയൻറ്റിസ്റ്റുകൾക്ക് ഇപ്രകാരമുള്ള സാങ്കേതിക വിദ്യയെ
ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റായിട്ടുള്ള രോഗങ്ങളെ ചികിത്സിക്കുവാൻ ഉപയോഗിക്കാമെങ്കിൽ നമുക്ക് അതിനകത്തെ ആ നന്മ, നല്ല കാര്യം കാണുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, സാങ്കേതികപരമായിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള പ്രോഗ്രസ് അതിന് ധാർമ്മികപരമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ പ്രോഗ്രസ്സിലേക്ക് നീങ്ങണമെന്നില്ല. മനുഷ്യന് ശക്തി കൂടുതൽ ആർജിക്കാം, അപ്പോൾ തന്നെ നീതി ആർജിക്കണമെന്നില്ല. യേശു തന്നെ മുന്നറിയിപ്പ് തന്നപ്പോൾ ഈ മഹാമാരികളും ഇതിനെപ്പറ്റിയെല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. വെളിപ്പാട് പുസ്തകവും പറയുന്നുണ്ട്, വലിയ വിധത്തിലുള്ള ന്യായവിധി ആ മഹോദരവ കാലത്തിൽ ഈ ലോകത്തിൽ ഒഴിക്കപ്പെടും. തിരുവെഴുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ റിബല്യൻ, ആ മറുതലിപ്പ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത് ആ 7 വർഷത്തെ, അതായത് വരുവാൻ പോകുന്ന 7 വർഷത്തെ മഹോദരവ കാലയളവിലാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ വകയായി തീർന്നവർ, ക്രിസ്തുവിനുള്ളവർ, അവരെ സംബന്ധിച്ചിടത്തോളം ആ ബൈബിൾ തരുന്ന പിക്ചർ ഭയത്തിൻ്റെ അല്ല, വലിയ പ്രത്യാശയുടെ ഒരു പിക്ചറാണ് ബൈബിൾ തരുന്നത്. അപ്പോസ്തലനായ പൗലോസ് തന്നെ 1 തെസ്സലോനിക്കർ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ വിശ്വാസികളായിട്ടുള്ളവർ, ദൈവത്തിൻ്റെ മക്കളായി തീർന്നവർ യേശുവിനോടൊപ്പം മധ്യാകാശത്തിൽ ചേർക്കപ്പെടും. അതാണ് റാപ്ചറിൻ്റെ പ്രത്യാശ, മലയാളത്തിൽ പറഞ്ഞാൽ ഉൽപ്രാവണത്തിൻ്റെ പ്രത്യാശ. ആൻഡ് ആ ഉൽപ്രാവണത്തിന് ശേഷമായിരിക്കും ആ 7 വർഷത്തെ മോദരവ കാലത്തിലെ സംഭവങ്ങളെല്ലാം അൺഫോൾഡ് ചെയ്യാൻ പോകുന്നത്. വൈദവേ, ഉൽപ്രാവണത്തെപ്പറ്റിയും ആ ടൈമിങ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഉൽപ്രാവണം ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ ആർക്കും കൃത്യതയോടെ പറയുവാൻ സാധിക്കില്ല ഇന്ന സമയത്തായിരിക്കും ഈ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാക്കപ്പെടാൻ പോകുന്നതെന്ന്. പക്ഷെ നമുക്കറിയാം ആരാണ് വരാൻ പോകുന്നതെന്ന്. അത് യേശു ക്രിസ്തുവാണ്, തൻ്റെ സത്യസഭയ്ക്ക് വേണ്ടി വരുവാൻ പോകുന്ന യേശു കർത്താവ്. അതുകൊണ്ട് ഇപ്രകാരമുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം വെപ്രാളവും ഭീതിയും ഭയവും ഒന്നും അല്ല വരേണ്ടത്. നാം ഒരുക്കമുള്ളവരായിരിക്കണം. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റിനും കാണുന്ന കാര്യങ്ങളെ വീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മളെ സഹായിക്കും. നമ്മുടെ പ്രത്യാശ AI-യോ ബയോടെക്നോളജിയോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പുരോഗമനോ അഡ്വാൻസ്മെൻറ്റോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സിവിലൈസേഷനിലുള്ള മുന്നോട്ടുള്ള എന്തെങ്കിലും ഡെവലപ്മെൻറ്റിലോ അല്ല. നമ്മുടെ പരമപ്രത്യാശ യേശു ക്രിസ്തുവിലാണ്. അതിൻ്റെ അർത്ഥം ഈ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടാന്നോ എന്നല്ല. അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള നല്ല സൈഡുകളുണ്ട്. പക്ഷേ പരമമായിട്ടുള്ള പ്രത്യാശ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. അവിടുന്നാണ് പാപത്തെയും ഈവിലിനെയും എല്ലാം വിധിക്കുവാൻ പോകുന്നത്, അവിടുത്തെ രാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നത്, സകലതും പുതുക്കി ഉണ്ടാക്കുവാൻ പോകുന്നത് യേശു കർത്താവ്. ആൻഡ് യേശുവിനുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വരവെന്ന് പറയുന്നത് ഭയപ്പെടാനല്ല, പകരം അത് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള രീതിയിൽ ചോദിക്കേണ്ട, അയ്യോ AI ഒക്കെ ഇനിയും അവസാനത്തെ കൊണ്ടുവരാൻ പോവുകയാണോ? അതിനേക്കാൾ ഉപരിയായി ചോദിക്കേണ്ടത്, ഞാൻ യേശു കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? കാരണം അന്ത്യകാലത്തിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ബയോടെക്നോളജിയോ വൈറസുകളോ അല്ല, അത് യേശു ക്രിസ്തുവാണ്. നാം യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ ചില സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൊണ്ട് ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു ബാക്കപ്പായിട്ടുള്ള രീതിയിൽ ഇപ്രകാരം സന്ദേശങ്ങളുടെ ലിങ്കുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഡെലിവേർഡ് ആകണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. ആ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.